ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാലിൻ്റെ പെഡിക്യൂർ. അപ്പോൾ അതിലേക്കായിട്ട് ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പു, ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ബ്രഷ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ 2 മുറി, പിന്നീട് ഒരു സ്ക്രബ്ബർ. അപ്പോൾ ആദ്യമായിട്ട് ബേസിനിൽ നല്ല പച്ചവെള്ളം എടുത്ത് വെക്കണം. അതിലേക്ക് ഉപ്പിട്ട് നന്നായി തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ കാലുകൾക്ക് മുക്കി വെക്കാൻ പാകമാണെന്ന് നോക്കി അതിലേക്ക് കാലിറക്കി വെക്കുക. അതിലേക്ക് പിഴിഞ്ഞ നാരങ്ങയുടെ 2 മുറിയും പിഴിഞ്ഞൊഴിക്കുക. പിന്നെ അത്യാവശ്യമായിട്ട് തോർത്ത് ഒരു ചെറിയ ടവൽ എടുത്തിട്ട് എന്തായാലും എടുത്ത് വയ്ക്കണം. കാല് നനഞ്ഞ് ടൈൽസിലേക്ക് കാല് വയ്ക്കുമ്പോൾ നമ്മൾ വഴുതി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അതുകൂടി എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നാരങ്ങയുടെ തോട് കൊണ്ട് തന്നെ നമുക്കൊന്ന് കാല് ഉരച്ചൊക്കെ കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരം നമുക്കിങ്ങനെ വയ്ക്കണം. അതിനിടയ്ക്ക് നമ്മൾ ഈ ഷാമ്പു കുറച്ച് അതിലേക്ക് ഒഴിച്ച് ഒന്ന് കലക്കി കാലിലൊക്കെ ആവുന്ന വിധത്തിലാക്കി വയ്ക്കണം. ഇത് വളരെ നന്നായിട്ട് നമ്മുടെ കാലുകൾ വൃത്തിയാകും. മാത്രമല്ല കാലുകളാണ് ഏറ്റവും നല്ല വൃത്തിക്ക് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഷുഗർ രോഗികളാണെങ്കിൽ എപ്പോഴും മുറിവും ഒക്കെ വരാതെ സൂക്ഷിക്കുകയും ഇങ്ങനെ വൃത്തിയാക്കി വയ്ക്കുകയും വേണം. ഇനി നമുക്ക് 2 ഭാഗമുണ്ട് ഈ സ്ക്രബ്ബറിന്, സോഫ്റ്റായിട്ടുള്ള ഭാഗവും കുറച്ച് ഹാർഡായ ഭാഗവും. അപ്പോൾ നമ്മുടെ ഹീൽസിലും ഒക്കെ കട്ടിയുള്ള തൊലി വരുന്ന ഭാഗത്തൊക്കെ ഈ കുറച്ച് റഫായിട്ടുള്ള ഭാഗം കൊണ്ട് നന്നായി ഉരച്ച് നമ്മുടെ തൊലിയൊക്കെ ക്ലീൻ ആവുന്നത് വരെ ഉരച്ച് കൊടുക്കുക. അതായത് പഴയ സ്കിന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നാൽ 10 മിനിറ്റ് കാല് കുതിർത്ത് വെക്കണം ആദ്യം. അതിന് ശേഷം ഇങ്ങനെ ചെയ്യും. അപ്പോൾ ആ സ്കിന്നൊക്കെ നമ്മളിതുകൊണ്ട് ഉരക്കുമ്പോഴൊക്കെ വൃത്തിയായി പോയി കിട്ടും. പിന്നെ ആ സോഫ്റ്റ് ബ്രഷ് കൊണ്ട് നഖത്തിനടുത്തും ഒക്കെ നന്നായി തേച്ച് ഉരച്ച് കാല് വൃത്തിയാക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കാല് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും, നന്നായി വൃത്തിയായിട്ടുണ്ട്. നമ്മൾ മുഖത്ത് ഫേഷ്യലൊക്കെ ചെയ്താൽ മുഖത്തിൻ്റെ സ്കിന്നൊക്കെ ഒരു സോഫ്റ്റായി വരില്ലേ, അതുപോലെ തന്നെ ആവും കാലും. ഇതേപോലെ തന്നെ നമുക്ക് കൈയും ചെയ്യാം. ഇനി ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ ലോഷനോ എന്തെങ്കിലും ഒന്നെടുത്ത് കാലിൽ നന്നായി പുരട്ടി ആറിയതിന് ശേഷം മാത്രം നമ്മൾ തറയിൽ നടക്കാൻ ശ്രമിക്കണം. കാരണം വഴുതി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒരു നല്ല ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതോ വല്ല ഡ്രൈ സ്കിന്നിന് ഡോക്ടർ എഴുതി തന്നതോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായി 2 കാലിലും പുരട്ടി മുട്ടിൻ്റെ താഴെ വരെയുള്ള ഭാഗത്ത് മുഴുവനും പുരട്ടണം. പറ്റുമെങ്കിൽ നന്നായി ഒരു മസാജ് കൊടുക്കുന്നതും നല്ലതാണ്. അതിനുശേഷം കാല് പൂർണ്ണമായും ആറിയതിന് ശേഷം നമുക്ക് നടക്കാം. ഇപ്പോൾ നോക്കൂ, കാല് നന്നായി വൃത്തിയായിട്ടുണ്ട്. നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.